സുധാര, മ്യൂസിക് കാസറ്റിന് ഇപ്പൊ നല്ല ഡിമാൻഡ്. ആ രീതിയിലൊരു ബിസിനസ് സുധാരന്. അയ്യോ വേണ്ട സാർ, ഇപ്പൊ ഒന്നും പറയണ്ട. ചെറിയ അമ്മ ഒന്ന് കാണട്ടെ. അയ്യോ, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ചെറിയമ്മേ. സാർ സാർ, അമ്മ അവിടെ ഇല്ല. അമ്മ പറയട്ടെ, തലവേദനയായിട്ട് അമ്മ. അല്ല, എനിക്ക് ചെറിയമ്മയെ കൊണ്ട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. Cool down. ഒരിക്കൽ കൂടി ചുമക്കൂ. എന്താ? ഒരിക്കൽ കൂടി ചുമക്കാൻ. ചിറ്റപ്പന്റെ അതേ ശബ്ദവും അതേ ചുമയും. കീപ് ഇറ്റ് അപ്പ്. ഈ താലീസ പത്രാദി വടകം ചുമക്ക് നല്ലതാ, വാങ്ങിച്ചു കഴിക്കാൻ. ഗുരുവേ, സാരമില്ല, പേടിക്കാനൊന്നുമില്ല. ഇതുകൊണ്ട് ഭേദമാവും. പിന്നെ പറ്റുമെങ്കിലേ പാറശാലയ്ക്കും മൂകാംബയ്ക്കും ഒന്ന് പോകണം. ഒരു യാത്ര നല്ലതാ. എന്നാ പിന്നെ ഞാന് പാറശാലയിൽ നിന്ന് വന്ന മന്ത്രവാദി ഉറക്കം കെട്ടിപ്പോയി. എന്നിട്ടും അങ്ങേർക്ക് ഒരു കുറവുമില്ല. കുറുപ്പ് ചേട്ടൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാ. കമ്പനി പോക്കും നിർത്തി. ഞാൻ എന്റെ അനിയനെ ഒന്ന് കത്തെഴുതി വരുത്തിയാലോ എന്ന് ആലോചിക്കുക. ചോറ്റാനിക്കരി ഒന്ന് കൊണ്ടുപോകണം. പേടിക്കാതിരിക്കുന്ന നാരായണിക്കുട്ടി. എങ്ങനെ പേടിക്കാതിരിക്കാനാ ചേച്ചി? എപ്പോഴും മൗന. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കുറുപ്പിച്ചേട്ടിനെ പറ്റി മാത്രമായിരിക്കും. അവരത്രയ്ക്ക് അടുത്ത് കഴിഞ്ഞവരല്ലേ. മരിച്ചാലും സ്നേഹം മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ മൂപ്പരുടെ അടുത്ത് മാത്രം വന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, സ്നേഹമുള്ള മുമ്പിൽ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടാന്ന് വെച്ചാ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ മുമ്പിലല്ലേ? ചേച്ചി അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാൻ എന്നും നല്ല നിലയിലേ അങ്ങാരെ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പൂജാമുറിന്ന് ഇറങ്ങാറായി. എപ്പോഴും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥനയാ. പോട്ടെ. എല്ലാം കേട്ടു. നമ്മൾ എന്താ ചെയ്യാ? അടിയോടി എന്റെ ഏറ്റവും വലിയ സുഹൃത്താ. ഞാൻ കാരണം അവന്റെ ജീവിതം തരാൻ പാടില്ല. ഞാൻ അവനോട് തുറന്നു പറയാൻ പോവാ. എന്റെ അവസ്ഥ അവനറിയാം. ആരോടും പറയില്ല. എന്റെ മക്കളൊക്കെ വിശ്വാസം എനിക്ക് അവനെ. രാത്രിയാവട്ടെ. അടിയോടി അടിയോടി. ഇവിടെ ഇതെന്താ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു പിടിച്ച്? ഇത് ചന്ദനത്തിരിയല്ല, ധൂമമാണ്. കത്തുന്നത് എന്റെ ഹൃദയമാണ്. ഞാൻ തന്നോടൊരു സത്യം പറയാൻ വന്നതാ. ഈ കാണുന്നതിലും വലിയൊരു സത്യം വേറെന്താണുള്ളത്? അവിടെ തനിക്ക് സുഖം തന്നെയല്ലേ? ജയിലിൽ കിടക്കുന്നതിന് എന്ത് സുഖം? അവിടെയും ജയിലുണ്ടോ? തനിക്ക് ജയിലാണെങ്കിൽ എന്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? എന്നെ അവർ നൂൽപാലത്തിൽ കൂടി നടത്തി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും. കള്ളക്കണാരനെ നരകത്തീയിലിട്ട് ചെകുത്താൻമാർ അമ്മാനമാടും. അടിയോടി, തന്നോടൊന്ന് തുറന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. സംസാരിച്ചോളൂ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എനിക്കിപ്പോ തീരെ പേടിയില്ല. ഞാൻ മരിച്ചിട്ടില്ല അടിയോടി. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ആത്മാവ് എടുത്തു ധരിക്കുന്ന വെറും ഒരു ഉടുപ്പ് മാത്രമല്ലേ മനുഷ്യജന്മം? എന്തൊക്കെയായി പറയുന്നത്? തന്റെ തെറ്റിദ്ധാരണ മാറ്റാനാ ഞാൻ വന്നത്. എനിക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ടായിട്ട് നാളെ എത്രയെന്നറിയാവോ? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും തന്റെ മക്കൾ ചെയ്തിട്ടില്ല. മരിച്ചെങ്കിലല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. സംശയം ഉണ്ടെ തൊട്ടു നോക്ക്. ഞാൻ തൊടും. നേരത്തെ പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന്. തുടരും.
തൊടട്ടെ? ഉം. ഞാനിപ്പോ തൊടും. തൊട്ടോളൂ. എനിക്ക് പേടിയില്ല, ഞാൻ തൊടാൻ പോവാ. ചേട്ടൻ എന്താ ഈ പാതിരാത്രിക്ക് കൈ നീട്ടി നിൽക്കുന്നത്? ദേ എന്ത്? ദേ നിക്കണു നിന്റെ അച്ഛൻ. അച്ഛനോ? എവിടെ? നീ കാണില്ലേ? എനിക്ക് കാണാം. ദേ. എന്താ ചേട്ടാ ഈ പറയുന്നത്? അയ്യോ ദേന്ന്. ഇവിടെ ആരും ഇല്ലല്ലോ. ദേ ഒരു നിക്കണു. മണ്ണാങ്കട്ടയില്ല. എന്താ ചേട്ടാ ഇത്? രാത്രി കിടന്നുറങ്ങാതെ വല്ല ചെടി അനങ്ങുന്നതോ നിലാ വീഴുന്നതോ കണ്ടാ മതി, അപ്പ ആത്മാവായി പ്രേതമായി. ദേ പോണു. എന്ത് ദേ പോണെന്നാ? പോണൂന്ന്. എല്ലാം ചേട്ടന്റെ ഓരോ തോന്നലല്ലേ? അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മുടെ കുറുപ്പ് പരലോകത്ത് ജയിലിലടി പാവം. ഇതൊന്നും കേട്ട് ചേച്ചി പേടിക്കണ്ട, അകത്തോണ്ട് കിടത്തി ഉറക്ക. അകത്തേക്ക് വരൂ. ഞാൻ കണ്ടു, സംസാരിച്ചു. വരൂ. ദേ പോണ്ടേ. ഞങ്ങളെ ജയിലിൽ കയറ്റാനാണോ ഉദ്ദേശം? അടിയോടി ആരോടും പറയില്ല മോനെ. എന്ന് വിശ്വസിക്കാവുന്ന വിധത്തിലല്ല അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അച്ഛന് മനസ്സിലായില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ മക്കളെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരിക ഞങ്ങൾ മാത്രമല്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നാണ് നീ ഇതൊക്കെ പറയാറായത്? അവൻ പറഞ്ഞത് ശരിയാ, ഞാൻ തെറ്റാ ചെയ്തത്. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതൊന്നിച്ച് അനുഭവിക്കാൻ തയ്യാറാവണം. ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ നോക്കിയാല് എനിക്ക് ചിലപ്പോ ഈ വാതിൽ പുറത്തുനിന്ന് പൂട്ടേണ്ടി വരും. അത് നീ മാത്രം തീരുമാനിച്ചാ പോരാ. കൂടുതൽ ബാധിക്കുന്നത് എന്നെ ആയതുകൊണ്ട് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. ഇതിലും കൂടുതൽ എന്ത് ബാധിക്കാനടാ? സഹിക്കുന്നവര് അതിനുണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതിനപ്പുറം കടന്നാലുണ്ടല്ലോ. എന്താവുമെന്ന് എനിക്കറിയാം. മതി, പോയി കിടന്നുറങ്ങ്.